Hi students and welcome to the basic level classes at English Mitra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് used to എന്ന വാക്കാണ്. used to. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലയിടത്തും ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് അത് പഠിക്കാം. used to എന്ന വാക്ക് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ പണ്ട് ചായ കുടിക്കാറുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയും? ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. ഇതെങ്ങനെയാ പറയാ നമ്മള്? അപ്പൊ നമ്മള് ആദ്യം പറയേണ്ടത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ യൂസ്ഡ് ടു. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട്. ഐ യൂസ്ഡ് ടു ചായ കുടിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ എന്ന് പറയും. ഡ്രിങ്ക് ടീ, കുടിക്കുക എന്ന് പറയുമ്പോൾ ടീ എന്താ? ഡ്രിങ്ക് എന്നല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ. ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ചെയ്യാറുണ്ടായിരുന്നു പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി യൂസ് ടു ഉപയോഗിക്കുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് യൂസ്ഡ് ടു എന്ന് എഴുതുക, അതിനുശേഷം എന്തെഴുതുക? എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതിയാൽ മതി. ഓക്കെ, ഈ ഭാഗം റബ്ബ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ്ഡ് ടു ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആദ്യം ആരാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളത് എഴുതുക, അതിനുശേഷം യൂസ്ഡ് ടു എഴുതുക, അതിനുശേഷം എന്ത് എഴുതുക? എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതുക. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്നാലും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സെന്റൻസസ് ഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. നമ്മൾ ഒരു കാലത്ത് സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നു ഒരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? യൂസ് ടു യൂസ് ചെയ്യുന്നത്. അതായത് പഴയ ശീലങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പഴയ ശീലങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഏത് ഫോമാറ്റിലാണ് നമ്മൾ സെന്റൻസ് എഴുതേണ്ടത്? ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു എങ്ങനെയാണ്. ആദ്യം ആരാണ് ഈ ശീലം ഉണ്ടായിരുന്ന ആളെന്നുള്ളത് എഴുതുക, അതിനുശേഷം യൂസ്ഡ് ടു എഴുതുക, അതിനുശേഷം എന്താ ചെയ്യാറുണ്ടായിരുന്നെന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതുക. അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ? നമുക്ക് കുറച്ച് സെന്റൻസസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അല്ലെ? ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറയാ? ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഐ യൂസ്ഡ് ടു എന്ന് പറയണം. ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇനി എന്താണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്? ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? പ്ലേ ഫുട്ബോൾ. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അത് ഞാൻ വീണ്ടും പറഞ്ഞു തരാത്തതിന്റെ കാരണം ഓൾറെഡി നമ്മൾ പഠിച്ച ക്ലാസ് ആണ്. അപ്പൊ അത് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്ട് എന്താണെന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ്സസ് പോയി കാണാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെയും അതുപോലെ തന്നെ സെന്റൻസ് ഫോർമേഷന്റെ ഒക്കെ ക്ലാസ് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്ന് പറയും. അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. അവൻ എല്ലാ ദിവസവും കോഫി കുടിക്കാറുണ്ടായിരുന്നു. ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അവൻ എല്ലാ ദിവസവും കോഫി കുടിക്കാറുണ്ടായിരുന്നു എന്ന്. അവൻ ചെയ്യാറുണ്ടായിരുന്നു എന്നാണല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ സെന്റൻസ് തുടങ്ങുക? അവൻ ചെയ്യാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും നമ്മള്? ഹി യൂസ്ഡ് ടു. കാരണം എന്താ? നമ്മൾ യൂസ് ടു വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം സബ്ജക്ട് പ്ലസ് യൂസ് ടു ആണ് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു ഫോമാറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് ക്ലാസ് എഴുതുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസത്തിന്റെ തീയതിയൊക്കെ ഇട്ട് യൂസ്ഡ് ടു എന്ന് എഴുതിയിട്ട് താഴെ ഈ ഫോമാറ്റ് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ വെറുതെ എഴുതി പോയി ഏത് ക്ലാസ് ആണെന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. ഫോർമാറ്റ് നമ്മൾ മറന്നു പോകും.
അപ്പൊ ഈ ഫോർമാറ്റ് എടുത്തിട്ട് ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ നോട്ടം അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ ഹി യൂസ് ടു, അവൻ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? കോഫി കുടിക്കാറുണ്ടായിരുന്നു. കോഫി കുടിക്കുക എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? കോഫി കുടിക്കുക, ഡ്രിങ്ക് കോഫി. അപ്പം അവൻ കോഫി കുടിക്കാറുണ്ടായിരുന്നു. ഹി യൂസ് ടു ഡ്രിങ്ക് കോഫി. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? കഴിഞ്ഞ ക്ലാസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ച സ്റ്റുഡൻസിന് എല്ലാം എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്നും പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടില്ല, നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായിരിക്കില്ല. കറക്റ്റ് ആയിട്ട് ക്ലാസ്സസ് പഠിച്ചു പോവുക. 2-3 ക്ലാസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നവര് ആ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് മാത്രം കാണുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്താ ഞാൻ പറയുന്നതെന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരിക. ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാവാനായിട്ട്. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? ഞങ്ങൾ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ പറയാ? ഞങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? വി യൂസ്ഡ് ടു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാ പറയുന്നത്? ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ യാത്ര ചെയ്യുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ട്രാവൽ എന്നാണ് പറയാ അല്ലെ? വി യൂസ് ടു ട്രാവൽ. ഒരുമിച്ച് എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഒരുമിച്ച് എന്നുള്ളതിന് നമ്മൾ ടുഗെദർ എന്നാ പറയാ. എന്താ പറയാ? ടുഗെദർ എന്ന് വെച്ചാൽ ഒരുമിച്ച്. ഓക്കെ, വി യൂസ് ടു ട്രാവൽ ടുഗെദർ. സ്പെല്ലിംഗ് നോക്കാം. TOGETHER, ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നീന്താൻ പോകാറുണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഞാൻ പോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? I used to. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ എന്താണ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഞാൻ എല്ലാ ദിവസവും നീന്താൻ പോകാറുണ്ടായിരുന്നു. നീന്തുക എന്നെങ്ങനെയാ പറയാ? നീന്തുക എന്നുള്ളതിന് നമ്മൾ സ്വിം എന്നാ പറയാ. അപ്പൊ I used to swim എന്ന് വെച്ചാൽ എന്താ? ഞാൻ നീന്താറുണ്ടായിരുന്നു, അത്രേ ആയിട്ടുള്ളൂ. എല്ലാ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ പറയാ? എല്ലാ വൈകുന്നേരങ്ങളിലും എന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെ പറയാ? I used to swim. എല്ലാം എന്നുള്ളതിന് നമ്മൾ എവ്രി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം. I used to swim every evening. ഓക്കെ, ഈവനിങ് എന്ന് വെച്ചാൽ എന്താ? വൈകുന്നേരം. അപ്പം I used to swim every evening എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും നീന്താൻ പോകാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം നീന്താൻ പോകാറുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അവൻ എല്ലാ അവധിക്കും നാട്ടിൽ പോകാറുണ്ടായിരുന്നു. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടോട്ട് എഴുതാണേ കേട്ടോ. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവൻ എല്ലാ അവധിക്കും നാട്ടിൽ പോകാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്താ എഴുതണ്ടേ? അവൻ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതെങ്ങനെ എഴുതാ? അവൻ എങ്ങനെ പറയാ ഇംഗ്ലീഷിൽ? ഹി യൂസ്ഡ് ടു. ഓക്കെ, അവൻ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? എല്ലാ അവധിക്കും നാട്ടിൽ പോകാറുണ്ടായിരുന്നു. അപ്പം പോകുക അതാണ് നമ്മുടെ വേർബ് അല്ലെ? അടുത്ത വേർബ് എഴുതണ്ടേ? ഹി യൂസ് ടു ഗോ. നാട്ടിൽ എന്ന് എങ്ങനെയാ പറയാ? നാട്ടിൽ നമുക്ക് പല രീതിയിൽ നാട്ടിൽ എന്ന് പറയാം. ഹി യൂസ് ടു ഗോ ടു, ഒന്നെങ്കിൽ ഹിസ് ഹോം എന്ന് പറയാം. നാടെന്നുള്ളതിന് നമുക്ക് ഹോം എന്ന് പറയാം. വീട്, അതായത് ഒരു ബിൽഡിംഗ് ആയിരിക്കണം ഹോം എന്ന് ഒരു നിർബന്ധമില്ല. ഒരു നാടായിരിക്കാം, ഒരു രാജ്യമായിരിക്കാം, ഒരു വ്യക്തി തന്നെ ആകാം ഹോം. അപ്പം നമുക്ക് നാട്ടിൽ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ ഹോം എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഹിസ് നേറ്റീവ് പ്ലേസ്. എന്ന് വെച്ചാൽ സ്വന്തം സ്ഥലം എന്നാണ് അർത്ഥം, അതായത് സ്വന്തം നാട്, നേറ്റീവ് പ്ലേസ്. അല്ലെങ്കിൽ ഹിസ് ഹോം ടൗൺ എന്ന് പറയാം. ഹോം ടൗൺ. ഞാൻ പ്രിഫർ ചെയ്യുക ഒന്നെങ്കിൽ ഹോം ടൗൺ അല്ലെങ്കിൽ ഹോം എന്ന് പറയാനായിരിക്കും. നേറ്റീവ് പ്ലേസ് ഭയങ്കര ഒഫീഷ്യൽ ആയിപ്പോ നമ്മൾ ഈ പാസ്പോർട്ടിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ ഉണ്ടാവും സംസാരിക്കുമ്പോൾ. അപ്പൊ ഹി യൂസ് ടു ഗോ ടു ഹിസ് ഹോം അല്ലെങ്കിൽ ഹി യൂസ് ടു ഗോ ടു ഹിസ് ഹോം ടൗൺ. എപ്പോഴൊക്കെയാണ്? എല്ലാ അവധിക്കും. അവധി എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? എല്ലാവർക്കും അറിയാലോ. എന്താ പറയാ? ഹോളിഡേ എന്നാ പറയാ. അപ്പൊ എല്ലാ അവധിയെന്നും എങ്ങനെ പറയും? എവ്രി ഹോളിഡേ അല്ലെ? എവ്രി ഹോളിഡേ. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ പറയാ? ഹി യൂസ് ടു ഗോ ടു ഹിസ് ഹോം, അല്ലെങ്കിൽ ഹി യൂസ് ടു ഗോ ടു ഹിസ് ഹോം ടൗൺ, അല്ലെങ്കിൽ ഹി യൂസ് ടു ഗോ ടു ഹിസ് നേറ്റീവ് പ്ലേസ്
എവറി ഹോളിഡേ. ഈ നേറ്റീവ് പ്ലേസ് ഒന്ന് യൂസ് ചെയ്യാതിരിക്കുന്ന കേട്ടോ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. നമ്മൾ ഈ ബാങ്കിലൊക്കെ ഫോം ഫില്ല് ചെയ്യാനും പാസ്പോർട്ടിന്റെ ഒക്കെ ഫോം ഫില്ല് ചെയ്യാനും തരത്തില്ലേ, അതുപോലെ ഫീൽ ചെയ്യും. അങ്ങനെയൊന്നും അങ്ങനെ ആരും പറയാറില്ല, അത് ഭയങ്കര ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത്. ഹോമും ഹോം ടൗണും ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയേണ്ടതെന്ന്? സിമ്പിൾ ആണ്. ആദ്യം സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം യൂസ്ഡ് ടു എന്നുള്ള കോമ്പിനേഷൻ എഴുതുക, പിന്നെ എന്താണ് ചെയ്യാറുണ്ടായിരുന്നതെന്ന് എഴുതുക, പിന്നെ സമയം സ്ഥലവും ഒക്കെ ഏറ്റവും ലാസ്റ്റ് എഴുതുക. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഫോർമുല അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസസ് ഉണ്ടാക്കുക. അതായത് നിങ്ങളുടെ ഈ സെന്റൻസ് ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇനിയിപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, കുറച്ച് സെന്റൻസസ് ഒക്കെ ഉണ്ട്. അപ്പം അവൻ പണ്ട് എൻ്റെ കൂടെ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന സെന്റൻസസ് ഇല്ലേ, അതുപോലത്തെ 10 സെന്റൻസസ് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സെന്റൻസസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, മറക്കത്തുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് പഠിച്ചെടുക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൊണ്ട് വരാം. ഇപ്പൊ യൂസ് ടു നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് ചെയ്യാറില്ലായിരുന്നു, പണ്ട് ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു, അതെങ്ങനെ പറയാം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. English Mitra. Stop worrying, start learning.